ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ. ആൻസിനെ കാണാൻ ഇന്ന് നല്ല രസമുണ്ടല്ലോ. അയ്യോ താങ്ക് യു ചേട്ടാ, താങ്ക് യു. മീൻകാരൻ ചേട്ടൻ എൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. കാരണം 2 വർഷമായിട്ട് ഗൾഫിലുള്ള എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്ത്. അത് ഭയങ്കര വലിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇവിടെ എവിടെയും കണ്ടുണ്ട്, നിങ്ങൾ പോയി കാണുക വെറുതെ ആണെങ്കിൽ, ജീവിതം എടുക്കട്ടെ. അപ്പോൾ ഇന്ന് വിഷയം എന്താണെന്ന് വെച്ചാൽ 2 വർഷമായിട്ട് ഗൾഫിലുള്ള എൻ്റെ ചേട്ടൻ ഇന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ വരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേട്ടന് സർപ്രൈസ് കൊടുക്കാന്നാണ് കരുതിയത്, പക്ഷെ ചേട്ടന് എനിക്ക് സർപ്രൈസ് തന്നു. അതായത് ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ പുള്ളി മാവിൻ്റെ ഇടയിൽ കണ്ടു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. പുള്ളി വന്ന് നിന്നപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് എ ഷോക്ക്. ആ ഷോക്കിന്റെ കറണ്ടിലായിരുന്നു ചേട്ടൻ ഇന്ന് മിക്സിയിൽ ചമ്മന്തി അരച്ച് കൊടുത്തത്. ചുമ്മാടോ, നാശേ, തമാശ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഹാസ്യങ്ങൾ കൊണ്ടാണ് ചേട്ടനെ എന്നെ ഇപ്പോഴും ഇഷ്ടം. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണലി ആയിട്ടൊരു സാധനമാണ്. കാരണം എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോകുന്ന സമയത്ത്, അതെനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോകുന്ന സമയത്ത് അതിപ്പോൾ എങ്ങനെ പറയാ, എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഒരു പാസ്പോർട്ട്, പിന്നെ ഒരു പാസ്പോർട്ട്, ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ്റെ കയ്യിൽ. പക്ഷെ ചേട്ടൻ എങ്ങനെ ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടെന്നാലും ഞാൻ നിങ്ങൾക്കല്ല ഞാൻ ആരോടെ പറയാം. പക്ഷെ ചേട്ടൻ ഇന്ന് വന്ന സമയത്ത് ചേട്ടൻ്റെ കയ്യിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് എന്താ ചേട്ടൻ ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, മോളെ അത് നീ വിഷം വെച്ച് സങ്കടപ്പെട്ട് പാടുപെട്ട് നമുക്കൊരു കുഞ്ഞ് വേണ്ട, അതുകൊണ്ട് പണിയെടുക്കാൻ മടിയുള്ള ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയോ പണിയൊപ്പിച്ച് കിട്ടിയ കൊച്ചാണ് ഇതെന്ന്. ആർക്ക് കിട്ടും ഇതുപോലെ സ്നേഹമുള്ള ഒരു ഹസ്ബൻഡിനെ? എനിക്ക് കിട്ടി. ഐ ഹാവ്, ദൈവം തന്നു. ഞാൻ കൊച്ചിനെ വിളിക്കാം. മോളെ വിളി കേൾക്കാൻ വേണ്ടി കാത്ത ആ ഡോറിന്റെ അവിടെ വിളിച്ചിരിക്കുവായിരുന്നു. നോക്കിയേ, എന്റെ ചേട്ടനെ പറിച്ച് വെച്ചേക്കല്ലേ, പാവം. പറിച്ചപ്പോ വേനിച്ചോ എന്തോ. മോളെ, എന്റെ ചേട്ടന് മോളെ എവിടുന്നാ കിട്ടിയത്? മയ്യനാടോ? എന്താ ചേട്ടൻ മോളെ വിളിക്കുന്നേ? നാണ്ട നടക്കുന്ന അരി മണ്ണൊന്നേ, വിളിച്ച് പോടേ.